സിനിമകൾ പോലെ തന്നെ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന കുറേ സീരീസുകളും പുറത്തിറങ്ങുന്ന ഒരു വർഷമാണ് 2025. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 ഒക്കെ ആയിരുന്നു ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നെന്ന് പറയാം. ഈ വർഷം നമുക്ക് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ നിന്ന് ഹൗസ് ഓഫ് ഡ്രാഗൺ ഇല്ല, പക്ഷേ വേറെ സ്പിൻ ഓഫ് സീരീസ് ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 3 ഒക്കെ 2026 അല്ലെ, അതായത് അടുത്ത വർഷമൊക്കെ ഇറങ്ങുന്നുണ്ടാവും. അടുത്ത വർഷം ഇതേപോലെ തന്നെ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് സീരീസ്, സ്പിൻ ഓഫ് അല്ല, ഒരു റീബൂട്ട് സീരീസ് തന്നെ ഇവർ പുറത്തിറക്കാനിരിക്കുന്നുണ്ട്, ഒരു വേറെ സെപ്പറേറ്റ് കാസ്റ്റിനെ വെച്ച്. സോ അതെങ്ങനെ ഉണ്ടാവുന്ന ഒരു കൊടുത്തില്ല. നമ്മളൊരു എപ്പിക്കായിട്ടുള്ള സാധനം ആ ഒരു 7 പാർട്ട് മൂവി അല്ലെങ്കിൽ 7 or 8 പാർട്ട് മൂവിയിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. സോ എന്തായിരിക്കും ഇപ്പോഴത്തെ പുതിയ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെക്കാൻ പോകുന്നതൊക്കെ നമുക്ക് അടുത്ത വർഷം കാണാം. പക്ഷേ ഈ വർഷവും പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന കുറേ സീരീസുകളുണ്ട്. അതിൽ ആദ്യത്തെ സെവറൻസിൻ്റെ സീസൺ 2 ആണ്. ഓൾറെഡി സെവറൻസിൻ്റെ സീസൺ 2 ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി, ലേറ്റായി, അറൗണ്ട് ജനുവരി, ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയി. ജനുവരി 17 ഇതിന് സെക്കൻഡ് സീസണിൻ്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ കിഡിലിനായിട്ടാണ്, എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിലല്ലാത്ത ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം. അതിപ്പോൾ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണോ അല്ലെങ്കിൽ ഒരു സൈഫൈ ആണോ, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ചർച്ച ചെയ്യുന്ന ഒരു സീരീസാണ് സെവറൻസ്. അതിൻ്റെ സീസൺ 2 ഐ തിങ്ക് ഇപ്പോൾ ഒരു 2 എപ്പിസോഡുകളൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും. വീക്ക്ലി ആയിരിക്കും ഇത് റിലീസ് ചെയ്യുക, ഫസ്റ്റ് സീസൺ പോലെ തന്നെ. ഇതേപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 ഈ വർഷം തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. അറൗണ്ട് ഒരു നവംബർ 27 ഇതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. വീക്ക്ലി ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ വീക്ക്ലി അങ്ങനെ ഇറക്കാറില്ല, പാർട്ടായിട്ടായിരിക്കും കൂടുതലും. കാരണം ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളും ഇപ്പോൾ പല സ്ക്വിഡ് ഗെയിം അല്ല, സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ഐ തിങ്ക് പാർട്ടായിട്ടായിരുന്നു. മണി ഹെയ്സ്റ്റ് ഇതൊക്കെ 2-3 പാർട്ടൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ മെയിൻ ഐറ്റമാണ്, തീർന്നു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഇവർ പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്നത്ര കൊണ്ടുപോകും. തന്നെ ഇതൊരു ഫൈനൽ സീസണാണ് ഈ സീരീസിൻ്റെ. സോ അങ്ങനെ കുറേ ഹൈപ്പുള്ള ഒരു സാധനമാണ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും പുറത്തിറങ്ങുക. ദെൻ ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങുന്ന ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ മാർച്ച് 4 ആയിരിക്കും ഇതിൻ്റെ ആദ്യ എപ്പിസോഡുകളൊക്കെ പുറത്തിറങ്ങുക. മൊത്തം ഒരു 7-8 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിരിക്കും. മാർവലിലെ മറ്റൊരു സീരീസ് ഇതിനിപ്പോൾ എന്തത്ര ഹൈപ്പ് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഇതല്ല ഡെയർ ഡെവിൾ. നമ്മൾ ഈ കാണാൻ പോകുന്നതല്ല ഡെയർ ഡെവിൾ. ഇത് എങ്ങനെ ഇരിക്കുന്ന ഒരു പിടുത്തമില്ല, എന്തോ ആയിക്കോട്ടെ. നെറ്റ്ഫ്ലിക്സിലൊരു ഐറ്റം ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിൾ, നെറ്റ്ഫ്ലിക്സിൻ്റെ പണിഷർ, നെറ്റ്ഫ്ലിക്സിൻ്റെ ലൂക്ക് കേജ്, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സാണ് അതിൽ. പക്ഷേ ഈ ഡെയർ ഡെവിളും പണിഷറൊക്കെ പൊളി സാധനമാണ് നെറ്റ്ഫ്ലിക്സിൽ. ആ ഒരു എൻ്റയർ ലിസ്റ്റിൽ തന്നെ, ആ ഒരു സെറ്റ് ഓഫ് സീരീസുകളിൽ തന്നെ ഏറ്റവും ഗംഭീരം എന്ന് പറയാൻ പറ്റുന്നത് ഡെയർ ഡെവിളാണ്. ഒരു ജെം ഓഫ് എൻ ഐറ്റം എന്ന് പറയാം. കിഡിലെന്ന് പറഞ്ഞാൽ ആക്ഷൻ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണ്ട. സൂപ്പർ ഹീറോ ആണെന്ന് വെച്ചാൽ സൂപ്പർ ഹീറോ ആണ് ഈ ഒരു ക്യാരക്ടർ. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന നോർമൽ സൂപ്പർ ഹീറോ പവേഴ്സ് ഒന്നുമല്ല, ഒരു സാധാരണക്കാരൻ, ജസ്റ്റ് ഒരു കണ്ണ് കാണില്ല എന്നുള്ള ഒരു ഡിസബിലിറ്റി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അതുമായിട്ട് റിവോൾവ് ചെയ്യുന്ന കുറേ കിങ് പിൻ പോലെയുള്ള പ്രധാനപ്പെട്ട കുറേ ക്യാരക്ടേഴ്സും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും, തന്നെ ആ ഒരു സെറ്റ് ഓഫ് ആക്ഷൻ സീക്വൻസുകളുണ്ട്. നമുക്ക് ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഓക്കെ ഇത് ഡെയർ ഡെവിൾ എന്ന് പറയാൻ പറ്റുന്ന കിഡിലൻ ആക്ഷൻ സെറ്റ് പീസസ് ഉള്ള ഒരു കിഡിലൻ ഐറ്റമാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിൾ. സോ ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ കാണാൻ കൂടുതലായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് കണ്ടവരായിരിക്കും, നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിൾ കണ്ടവരായിരിക്കും. സോ ഐ തിങ്ക് എനിക്കിത് കാണുന്നതിന് മുമ്പ് എനിക്ക് ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള ആ ഒരു കിഡിലെ സാധനം കണ്ടു വെക്കാം. ഐ തിങ്ക് 2-3 സീസൺ ഉണ്ട്, അത് കഴിഞ്ഞ് അവർ ക്യാൻസൽ ചെയ്തു. കിഡിലിനായിട്ടാണ്, തീർച്ചയായിട്ടും കാണുക. ഇവർ ഗംഭീരമായിട്ടാണ് ആക്ഷൻ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. സോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഹൈപ്പ് കൂടും. ഇവരെങ്ങനെയാണ് ചെയ്തു വെക്കാൻ പോകുന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് വരും. കാരണം ഓൾറെഡി ഈ MCUയുടെ തന്നെ ഷീ ഹൾക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിൽ ഈ ഒരു ക്യാരക്ടറൊക്കെ ജസ്റ്റ് ഒരു ക്യാമിയോ പോലെയൊക്കെ അപ്പിയർ ചെയ്തിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരുമാതിരി കോമാളിത്തരമായിരുന്നു. സോ ഇതിൽ ഇവരെന്താണ് ചെയ്തു വെക്കാൻ പോകുന്നത്, ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ടൊരു പക്ക 18+ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ പ്രതീക്ഷയുണ്ട്, കണ്ടുവെക്കാം. ഇതിൻ്റെ ആദ്യ എപ്പിസോഡുകൾ മാർച്ച് 4 പുറത്തിറങ്ങുക. ഐ തിങ്ക് ഒരു 9 എപ്പിസോഡുകളൊക്കെയാണ് ഒരു ഫസ്റ്റ് സീസണിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ ഇനി കൊണ്ടുപോകും. ആ ഒരു പഴയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, മറ്റേ മാറ്റ് മൊഡോക്കും പിന്നെ ആളുടെ ഫ്രണ്ട്സും, ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്നത് കാണാൻ തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ 2 ഈ വർഷമായിരിക്കും പുറത്തിറങ്ങുക. സീസൺ 2 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ്, അവസാനത്തെ സീസൺ. കാരണം ഫസ്റ്റ് ഗെയിമിന് ബേസ് ചെയ്തിട്ടായിരുന്നു ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1. ഇത് ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 എന്നൊരു ഗെയിമിന് ബേസ് ചെയ്തതാണ്. ഗെയിം യൂണിവേഴ്സിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗെയിം സീരീസിൽ തന്നെ കുറേയൊക്കെ പോരായ്മകളും കുറേയൊക്കെ പഴി കിട്ടിയ ഒരു സീസണാണ് സെക്കൻഡ് സീസൺ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. സോ സെക്കൻഡ് സീസണിൽ ഇവർ ഒറിജിനൽ സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുമോ, അല്ലെങ്കിൽ അതേ തന്നെയാണ് എടുത്തു വയ്ക്കാൻ പോകുന്നത് എന്നുള്ള കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓൾറെഡി ചെറിയ ടീസറോ ഗ്ലിംസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീസൺ അടിപൊളിയായിരുന്നു. ഏപ്രിലൊക്കെയാണ് ഈ HBOയിലൂടെ നമ്മുടെ ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ 2 പുറത്തിറങ്ങിയിരിക്കുന്നത്. ദെൻ ആൻഡോറിൻ്റെ സീസൺ 2 ഈ വർഷം തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഓൾറെഡി ആൻഡോർ സ്റ്റാർ വാർസിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് സീരീസുകളിൽ തന്നെ ഒരു പക്ഷേ മാൻഡലോറിയനും പിന്നെ വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മാൻഡലോറിയൻ തന്നെയാണ് അതിലാകെ കൊള്ളാവുന്നൊരു സീരീസ് എന്ന് പറയാം. പിന്നുള്ളത് ആൻഡോറാണ്.
ഒരു ഗംഭീരമായിട്ടെന്ന് പറയാൻ പറ്റും. ബാക്കിയൊക്കെ ഒരുമാതിരി അങ്ങോട്ടും ഇല്ല OB-1 അത് എന്നൊക്കെ പറഞ്ഞ് കുറേ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻഡോർ കിഡിലായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ April 22 ഇതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദെൻ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3. ആലിസ് ഇൻ ബോർഡർലാൻഡ് ഐ തിങ്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ അത്ര പോലും പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. ഞാൻ പല സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1-2 എപ്പിസോഡൊന്ന് കണ്ടു നോക്കുക, ഹുക്കാവും. മറ്റേന്ന് ഞാൻ തരം താഴ്ത്തല്ല, അത് ഓക്കെ, കുഴപ്പമില്ല, രസമുള്ള ഐറ്റമാണ്. പക്ഷെ ഇതിൻ്റെ അത്ര ഒരു ഇൻറ്റൻസിറ്റി ഒന്നും അതിലില്ല. ഇതൊരു ഗംഭീരമായിട്ടാണ്. പ്രത്യേകിച്ച് സീസൺ 2 ഒക്കെ പോക്കുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോക്കാണ്. സീസൺ 2 കഴിഞ്ഞപ്പോൾ നമ്മളിതൊരു ഫൈനൽ സീസണാണ് ഇവിടെ തീർക്കുന്നു വിചാരിച്ചപ്പോൾ അവർ അതും വെച്ച് പിന്നെയും വലിപ്പിക്കലല്ല, കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിലാണ്. ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങിലായിരുന്നു സീസൺ 2 കൊണ്ട് നിർത്തിയത് ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ. ഇതിന് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ വർഷം തന്നെ ഇറങ്ങുന്നുള്ള ഒരു ഐറ്റമാണ് ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3. ദെൻ ഇതേപോലെ തന്നെ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3. ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3 ഫൈനൽ സീസണാണ്. ദെൻ ഓൾറെഡി ഇപ്പോൾ റീസെൻ്റ്ലി ആയിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമുക്ക് ഇതിൻ്റെ സീസൺ 2 പുറത്തിറങ്ങിയത്. അതും ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങിലും കൊണ്ടായിരുന്നു വെച്ചിട്ടുള്ള ഒരു 2 പാർട്ട് പോലെ ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. സോ നമ്മൾ ഒരുപാട് ഡിലേ ഒന്നും വരാതെ പെട്ടെന്ന് തന്നെ ഇത് റിലീസ് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് സ്ക്വിഡ് ഗെയിമിൻ്റെ ഫൈനൽ സീസൺ. ദെൻ ഇതേപോലെ തന്നെ ഫാമിലി മാൻ്റെ സീസൺ 3 നമുക്ക് ഈ വർഷം തന്നെ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതേപോലെ തന്നെ HBO പീസ് മേക്കറിന്റെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ നമ്മുടെ ഏലിയൻ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ TV സീരീസായ ഏലിയൻ എർത്ത് എന്ന് പറയുന്ന സീരീസും ഈ വർഷം തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ പാരമൗണ്ട് പ്ലസിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. ഇത് ഈ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ ഫസ്റ്റ് TV സീരീസാണ്. ഇത് ഒരുപക്ഷെ ഇനി പ്രൊഡക്ടർ സീരീസിലും ഏലിയൻ സീരീസിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ ഇനി സ്പിൻ ഓഫ് സീരീസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഏലിയൻ റോമുലസ് എന്നൊരു കിടിലം പടം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്, ഫെഡാലിവേഴ്സ് സംവിധാനം ചെയ്ത സിനിമ. സോ അതേപോലെ തന്നെ നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും ഇതും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബ്ലേഡ് റണ്ണർ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ ഒരു സീരീസും കൂടി പുറത്തിറങ്ങുന്നുണ്ട്, ബ്ലേഡ് റണ്ണർ 2099. മറ്റേ 2049 അങ്ങനെ എന്തോ ആയിരുന്നു പഴയ ബ്ലേഡ് റണ്ണർ. അതിന് മുമ്പ് വേറെ ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു സീക്വലായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സാധനമാണ്. ദെൻ ഇറ്റ് ഫ്രാഞ്ചൈസിലെ ഇറ്റിൻ്റെ ഓൾറെഡി 1-2 സിനിമകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇറ്റ് ഫ്രാഞ്ചൈസിലെ അടുത്തൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്, ഒരു പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്ന ഇറ്റ് വെൽക്കം ടു ഡെറി എന്ന് പറഞ്ഞ സീരീസ്. HBO ആയിരിക്കും ഈ സീരീസ് പുറത്തിറങ്ങുക. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ചെറിയ മിനി സീരീസ് ആയിരിക്കുന്നതാണ്, പക്ഷേ ഇതൊരു 3 സീസണൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മൂന്ന് ടൈം ലൈനിലാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ്. കാരണം നോക്കിയാൽ ഫസ്റ്റ് സീസണിൻ്റെ ഇവന്റ് നടക്കുന്നത് 1962. ദെൻ സെക്കൻഡ് സീസണിന് 1935, തേർഡിൻ്റെ 1908. സോ ടൈം ലൈൻ ഇങ്ങനെ പുറകോട്ടാണ് പോകുന്നത്. അത് 3 സീസൺ കഴിയുമ്പോൾ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം ഈ വർഷമാണ് പുറത്തിറങ്ങുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ നിന്നും ഒരു സീരീസും കൂടി പുറത്തിറങ്ങുന്നുണ്ടെന്ന്. ഐ തിങ്ക് ആ ഒരു ഫ്രാഞ്ചൈസിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിലെ 3ാമത്തെ സീരീസാണ്. ഓൾറെഡി കുറേ സ്പിൻ ഓഫ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ 3ാമത്തെയാണ് ഇപ്പോൾ ഈ പറയുന്ന നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം. ഓൾറെഡി നമുക്കറിയാം ആദ്യം ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട്, ദെൻ ഇപ്പോൾ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ഉണ്ട്, ദെൻ ഇപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം. ഇത് ആക്ച്വലി ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് എന്ന ഒരു ഇവൻസിന് ശേഷവും ദെൻ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇവൻസിന് തൊട്ട് മുമ്പായിരിക്കും നടക്കും. ഒരു ഗെയിം ഓഫ് ത്രോൺസിന് ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പ് അറൗണ്ട് ഒരു 80-90 ഇയേഴ്സ് ആയിരിക്കും എക്സാക്ട് ആയിട്ട്. ആൻഡ് ഇത് മാർട്ടിൻ്റെ ബുക്കിന് ബേസ് ചെയ്തിട്ടാണ്. മാർട്ടിൻ്റെ ഒരു ഷോർട്ട് നോവലിലാണെന്ന് പറയാം. മറ്റേതുപോലെ അത്ര ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സാധനം ഒന്നല്ല. ഹൗസ് ഓഫ് ഡ്രാഗണൊക്കെ വേണമെങ്കിൽ ഒരു ബൈബിൾ പോലത്തെ ഒരു ബുക്ക് ഉണ്ട്. ഇതൊരു ചെറിയ ബുക്കാണ്, കഥയും കുറവാണ്. ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണാനില്ല. മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ആണെങ്കിൽ സെറ്റ് ഓഫ് സീരീസുകൾ തന്നെയുണ്ട്. പക്ഷേ ഇത് അതിങ്ങനെയല്ല, ഇവർക്ക് വലിപ്പിക്കൊന്നുമില്ല, കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് നടക്കുന്ന സാധനങ്ങൾ മാത്രം. പക്ഷേ ഇതിലാകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നല്ല, ഇപ്പോൾ വേണമെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗണിൽ ഫുൾ ഡ്രാഗൺ വാറുകളാണ്. അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഇപ്പോൾ വൈറ്റ് വാക്കർ സൊസൈറ്റി കുഴപ്പമുണ്ട്, അതിൻ്റെ ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇതിൽ ക്യാരക്ടേഴ്സൊക്കെ കുറവാണ്. ഈ ഒരു ഹെഡ്ജ് നൈറ്റ് എന്ന് പറയുന്ന ഒരു നൈറ്റ്, ദെൻ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കുട്ടി ഡങ്കും എഗ് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് അവർ ബേസ് ആയിട്ടാണ് മുഴുവൻ നടക്കുക. സോ ആ ടൈമിലുള്ള കുറേ കോൺഫ്ലിക്റ്റുകളും കുറേ റൈവലറിയും അതിലെങ്ങനെയാണ് ഈ 2 ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആവുക എന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചു തരിക. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു ക്യാരക്ടർ എന്തായി മാറും, ഈ ഒരു നൈറ്റ് എങ്ങനെയായി മാറും എന്നുള്ള കാര്യങ്ങൾ മാത്രം. സോ അവരുടെ ഒരു ജേർണി മാത്രമേ ഉള്ളൂ. സോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ക്യാരക്ടർ കെമിസ്ട്രിയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കാണാം. അപ്പാർട്ട് ഫ്രം ഒരു മാസീവായിട്ടുള്ള ആക്ഷൻ ബ്ലോക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ആ ഒരു ഗെയിം ഓഫ് ത്രോൺസ് വേൾഡ് ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ടെറൈൻ കുറേയും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു സീരീസ് മാത്രമായിരിക്കും പക്ഷേ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം. അതുകൊണ്ട് തന്നെ വലിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ വലിയ റിസപ്ഷനും സീരീസിന് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയത് ഒരു സാധാരണ നോർമൽ സാധനം, പക്ഷേ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലത്തെയുള്ള ഐറ്റംസ് ഒന്നും ഇതിലില്ല എന്ന് മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും പ്രതീക്ഷ വയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ അടുത്ത സീരീസ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആൻറ്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ ഞാൻ ഈ സാധനങ്ങൾ ഉൾപ്പെടുത്തിയത്. സോ ഇത്രയും സീരീസുകളാണ്, അറൗണ്ട് ഒരു 10-13 ഉണ്ട്. ഇത് മാത്രമല്ലാതെ വേറെയും കുറേ എണ്ണമൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഞാൻ ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പോരാതെ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഏറെ കമൻഷോടെ കാത്തിരിക്കുന്ന സീരീസ് ആയിരുന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.